ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിലാണ് പരിച്ഛേദന അല്ലെങ്കിൽ സ്നാനം ആവശ്യമെന്ന്. നമ്മൾ തിരിച്ചറിയേണ്ടത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് പരിച്ഛേദന അല്ലെങ്കിൽ സ്നാനം ആവശ്യമായി വരുന്നത്. നമ്മള് അങ്ങനെ ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവര് അല്ലെങ്കിൽ ഹൃദയത്തില് ഈ സ്നാനം ലഭിച്ചവരെ മനുഷ്യര് അംഗീകരിക്കുകയില്ല. അവർക്ക് ദൈവത്താൽ പുകഴ്ച ലഭിക്കും, അല്ലെങ്കിൽ ദൈവം ആണ് അവരെ പ്രശംസിക്കുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിലൂടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവിക തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് അവരിൽ നിന്ന് ദൈവിക തേജസ് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. മനുഷ്യർക്ക് ദൈവിക തേജസ് ഉണ്ടായിരുന്നു, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന് ആ ദൈവിക തേജസ് നഷ്ടമായി. ഇങ്ങനെ ദൈവിക തേജസ് നഷ്ടമായ മനുഷ്യൻ ദൈവവുമായിട്ട് ശത്രുതയിലാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ദൈവവുമായിട്ട് ശത്രുതയിലായ മനുഷ്യരുടെ ഈ ദൈവവുമായിട്ടുള്ള ഈ ശത്രുത നീക്കുന്നത് ക്രിസ്തുവാണ്. അങ്ങനെ ക്രിസ്തു ഈ ശത്രുത നീക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൽ നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നില്ല എങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വചനം പഠിപ്പിക്കുവാനുള്ള ഒരു കാരണം. ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഇവിടെ ഈ വചനത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത് മനുഷ്യൻ ദൈവവുമായിട്ട് ശത്രുതയിലാണെന്നാണ്. ഈ ശത്രുത നീക്കുന്നത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തു ഈ ശത്രുത നീക്കുന്നത് കുരിശിന്മേൽ വെച്ചാണ്. കുരിശിന്മേൽ വെച്ച് ശത്രുത ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ ലോകം മനസ്സിലാക്കുന്നത് യേശു കുരിശിൽ മരിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള ആ മനുഷ്യന്റെ ശത്രുത നീങ്ങി. കാരണം മനുഷ്യൻ പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടപ്പെടുത്തി. അങ്ങനെ യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൈവിക തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ദൈവവുമായിട്ട് രമ്യതയിലായി, അല്ലെങ്കിൽ ദൈവവുമായിട്ട് അവന് കൂട്ടായ്മയുണ്ടായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ പാപികളായിട്ട് ഇരിക്കുകയില്ലെന്ന് നമുക്കറിയാം. ഇവിടെ ഈ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി എന്ന് വചനം പഠിപ്പിക്കുന്നത്, വചനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്രിസ്തുവിൽ ഒരു വ്യക്തി മരിക്കുന്നതിനെയാണ്. ക്രിസ്തുവിൽ മരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള ശത്രുത നീങ്ങുന്നത്. ഒരു വ്യക്തി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ ക്രിസ്തുവിൽ മരിക്കുമ്പോഴാണ് അവൻ ദൈവവുമായിട്ടുള്ള ശത്രുത ഇല്ലാതെയായി തീരുന്നത്. ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറയുമ്പോൾ വചനം പഠിപ്പിക്കുന്നത് നമുക്കറിയാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം പഠിപ്പിക്കുന്നത് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. അങ്ങനെ ഈ കാൽവരി മലയിലെ ആ ക്രൂശിന്മേൽ വെച്ചല്ല, ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിക്കുമ്പോഴാണ് അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നത്. ആ ക്രൂശിനെയാണ് ഇവിടെ വചനം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്രൂശിന്മേൽ വെച്ച് അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ മരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ശത്രുത നീക്കി ദൈവവുമായിട്ട് മനുഷ്യൻ രമ്യതയിലായിത്തീരുന്നു. അങ്ങനെ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കുമ്പോൾ നമുക്ക് രണ്ട് മനുഷ്യരുണ്ടെന്ന് മനുഷ്യർക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. നമ്മുടെ ജഡിക മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യനുണ്ട്. നമ്മുടെ ആത്മീക മനുഷ്യൻ അകത്താണ്, ജഡിക മനുഷ്യൻ പുറത്താണ്. ഇങ്ങനെ അകത്തുള്ള ആത്മീക മനുഷ്യനും പുറമെയുള്ള ജഡിക മനുഷ്യനും ക്രിസ്തുവിൽ ഒന്നായി തീർന്ന് ഒരു ശരീരമായി തീരണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ക്രിസ്തുവുമായിട്ട് ഈ ജഡിക മനുഷ്യൻ ഒരു ശരീരമായി തീരുന്നതാണ് അവന്റെ മരണം. അതാണ് അവന്റെ ക്രൂശിന്മേലുള്ള മരണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ലോകം നമ്മളെ ഇത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്നതാണ് അവന്റെ ക്രൂശിന്മേലുള്ള മരണം. അങ്ങനെ ക്രൂശിന്മേൽ ഒരു വ്യക്തി മരിക്കുമ്പോഴാണ് അവന് ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവൻ ദൈവവുമായിട്ട് അവന്റെ ശത്രുത നീങ്ങുന്നത് കുരിശിന്മേൽ മരിക്കുമ്പോഴാണ്. അങ്ങനെ കുരിശിന്മേൽ മരിച്ച് ദൈവവുമായിട്ട് ശത്രുത നീങ്ങി നമ്മള് ക്രിസ്തുവുമായിട്ട് ഏക ശരീരമായി തീരുമ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നത്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, നമുക്ക് പാപം ചെയ്ത് മനുഷ്യൻ ദൈവിക തേജസ് നഷ്ടപ്പെട്ടു. മനുഷ്യന് ദൈവിക തേജസ് വീണ്ടെടുത്തു കൊടുക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ ലോകം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ജനങ്ങള് ആ വചനം മനസ്സിലാക്കുന്നത്
യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നമ്മൾ തേജസ്സുള്ളവരായി തീരും എന്നാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തു ഈ രണ്ടാമത് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് മനുഷ്യന് ദൈവിക തേജസ് ലഭിക്കുന്നത് എന്നാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഒരു വ്യക്തിയിൽ എപ്പോഴാണ് ക്രിസ്തു വെളിപ്പെടുന്നത്, അപ്പോഴാണ് അവന് നഷ്ടപ്പെട്ട ദൈവിക തേജസ് തിരിച്ചു ലഭിക്കുന്നത്. നമുക്കറിയാം, യേശുവിനെ ദൈവം ഇസ്രായേൽ ഗൃഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്കാണ് അയച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിനെ ദൈവം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് അയച്ചിരിക്കുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ മനസ്സിലാക്കുന്നത്. ദൂതൻ ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ആട്ടിടയരോട് പറയുന്നത്, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് പുറഘോഷിക്കുന്നു. ലോകത്തിന്റെ രക്ഷിതാവായി കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ സർവ്വലോകത്തിനും, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ് തിരികെ ലഭിക്കുന്നത്. അപ്പോൾ ദൈവിക തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് അത് വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കി വെച്ചിരുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ദൈവം ഒരുക്കി വെച്ചിരുന്ന ഒരു പ്രക്രിയയാണ് ഈ ക്രിസ്തുവിലൂടെയുള്ള ദൈവിക തേജസ് വീണ്ടെടുക്കല്. അങ്ങനെ അത് കാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒരു മർമ്മമായിരുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ കാലത്തിന്റെ തികവിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവായി തീർന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും യേശു ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഇനി നാം ഓരോരുത്തരും ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ് നാം വീണ്ടെടുക്കണം. അങ്ങനെ ദൈവിക തേജസ് വീണ്ടെടുത്ത് ദൈവവുമായിട്ട് നമ്മൾ കൂട്ടായ്മയിലാകുമ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ശത്രുത നീങ്ങി എന്നാണ് നമ്മൾ വചനത്തിലൂടെ പഠിക്കുന്നത്. എന്തിനാണ് ഈ ക്രിസ്തു നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് നമ്മള് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 30-ാം വാക്യത്തിലൂടെ പഠിക്കുന്നത്. ആ വചനം ഞാനൊന്ന് വായിക്കാം. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അവനാൽ നമ്മൾ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിലൂടെയാണ് നമ്മൾ പുത്രന്റെ അടുക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് വചനം എങ്ങനെ ഉപയോഗിക്കുന്നത്, അവനാൽ നമ്മൾ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അപ്പൊ യേശുവിലൂടെ നമ്മൾ ക്രിസ്തുവിനെ നേടി. ആ ക്രിസ്തുവാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വാങ്ങി തരുന്നുണ്ടെന്ന് വചനോടെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും, അങ്ങനെ 3 ഘട്ടമാണ് അതിനുള്ളത്. ദൈവത്തിൽ നിന്ന് ക്രിസ്തു നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം വാങ്ങി തരുന്നു. ഈ ദൈവത്തിന്റെ ദൈവിക ജ്ഞാനം നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ നീതി മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ നീതിയും വന്നു കഴിയുമ്പോഴാണ് അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദൈവം വീണ്ടെടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് ദൈവം രൂപാന്തരം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവനാണ് ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കുവാൻ പ്രാപ്തനായി തീരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് അന്യരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൈകൾ കൊണ്ടുള്ള സ്നാനമേറ്റ് ഈ സഭയിൽ അംഗമായി കഴിയുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിൽ നമ്മൾ അംഗമായില്ല. ദൈവത്തിന്റെ സഭയിൽ അംഗമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്നാനമേൽക്കണം. ആ സ്നാനം നമുക്ക് നൽകുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ സ്നാനം നടക്കുമ്പോഴാണ് നമുക്ക് ദൈവവുമായിട്ടുള്ള ശത്രുത നീങ്ങുന്നത്. ഈ ശത്രുത നീങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ക്രിസ്തുവിലൂടെ ദൈവിക തേജസ് വീണ്ടും കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരണം എന്ന് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിലൂടെ ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ച് ദൈവത്തിന്റെ നീതി മനസ്സിലാക്കി, അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനവും നീതിയും സ്വന്തമാക്കി നമുക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരാം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് നമുക്ക് ദൈവത്തിന്റെ വീണ്ടെടുപ്പിൽ പങ്കാളികളാകാം. അങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോഴാണ് ദൈവം നമ്മളെ വീണ്ടെടുക്കുന്നത്. അപ്പൊ ദൈവത്തോടൊപ്പം വസിക്കുവാൻ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യൻ ദൈവത്തോടൊപ്പം വസിക്കുവാൻ ദൈവം ക്രിസ്തുവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ദൈവം
മനുഷ്യന് നഷ്ടപ്പെട്ടുപോയ ദൈവിക തേജസ് വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി നമുക്ക് ദൈവത്തോടൊപ്പം നിത്യതയിൽ വസിക്കാം. അങ്ങനെ ദൈവത്തിൽ നിന്ന് നമുക്ക് പാപം ചെയ്ത് ദൈവിക തേജസ് നഷ്ടപ്പെട്ടുപോയ നമുക്ക് ക്രിസ്തുവിലൂടെ ആ ദൈവിക തേജസ് വീണ്ടെടുക്കാം. അങ്ങനെ ദൈവത്തിൽ നിന്ന് ദൈവിക തേജസ് വീണ്ടെടുത്ത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ, ലോകത്തിൽ ദൈവമുള്ളവരായി അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ആ ദൈവിക വാഗ്ദാനത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.